ഹലോ, മാബിൻസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബറാത്തൊക്കെ ആണല്ലോ. അപ്പം നമ്മളൊരു മധുരം ഉണ്ടാക്കണമല്ലോ. അപ്പം അങ്ങനെയാണല്ലോ പണ്ടേ നമ്മൾ പോരുന്നത്. അപ്പം ഉണ്ടാക്കണവരും ഉണ്ടാവും, ഉണ്ടാക്കാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പം അതാ ഞാനിപ്പോൾ ലേശം ചെറുപയർ വറുത്തുകാണ്ട് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് കറക്കി അതിൻ്റെ ഈ തോടൊക്കെ കളഞ്ഞ് അതിൻ്റെ പരിപ്പെടുത്താണിത്. അപ്പം നമ്മളിപ്പോൾ അതിനായിട്ടിപ്പോൾ കുറേ സാധനമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ലേശം ഈ അരി എടുത്താണ്, ചൊവ്വരി ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് പല പേരാണ്. ചിലവർ അറിയും സാബൂനരി അറിയും, ചിലവർ ചൊവ്വരി അറിയും. അപ്പോൾ ഇതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി ഞാൻ വറുത്ത് ചേറി പെറുക്കിയൊക്കെ വെച്ചതാണ്. ഇതിൻ്റെ തൊണ്ടൊക്കെ പോയി നമ്മളെ സാധാ ചെറുപയർ വറുത്തുകാണ്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താണിത്. അപ്പോൾ അതിൻ്റെ ആ തൊണ്ടൊക്കെയാണ് ചേറി കളഞ്ഞ്. പിന്നെ നമുക്കിപ്പോൾ അതാ അതിക്ക് വേണ്ടിയ തേങ്ങ ഒരു 1.5 തേങ്ങ എടുത്താണ്. അപ്പോൾ വേറെ പാലൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ പാല് മാത്രം മതി നമുക്ക്. അപ്പം അതിനായിട്ട് പാലിനൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കൊരു 5-6 കഷ്ണം ശർക്കര വേണം, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ലേശം അണ്ടിപ്പരിപ്പ്, കുറച്ച് നെയ്യ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് ആദ്യം കഴുകിയിട്ട് കുക്കറിലിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ഇത് രണ്ടും കൂടെ ഇത് രണ്ടും ഒപ്പം ഇട്ടുകാണ്ട് കഴുകിയിട്ട് കുക്കറിലാണ്ട് ഇട്ടാൽ മതി. അപ്പോൾ നല്ലോണം വെന്തോളും. കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് എന്നിട്ട് നമുക്ക് പിന്നെ കാണിച്ചു തരാം കേട്ടോ. എത്ര പരിപ്പുണ്ട് ഇതുണ്ടിയിൽ. ഇത് മതി, നമ്മളിപ്പോൾ കുറച്ചാളേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് തോനാളുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടി എടുത്തുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതാ കുറച്ചാളുള്ളത്, അതിനനുസരിച്ചാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് കഴുകി എടുത്തതാട്ടോ. ഇനി കുറച്ച് മുകളിൽ പോലെ വെള്ളം, ഇത് 2 അത്രം പാലാണ്. ഇതത്ര വെള്ളം വെച്ചാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറയണ്ട, കരിഞ്ഞോ. നമ്മളിതൊന്നുണ്ട് അടച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കട്ടെ. കുറച്ച് അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തേങ്ങ ചിരണ്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ശർക്കര ലേശം ഉരുക്കാൻ വെക്കണം. അപ്പോൾ ഇത്ര ശർക്കര കൊണ്ട് ഉരുക്കുക. അത് പോരെങ്കിൽ നമുക്ക് പിന്നെ ഇട്ടുകൊടുത്താൽ മതി ഒരു കഷ്ണം. അതിപ്പോൾ നല്ല ശർക്കരയാണ്. അപ്പോൾ ഇതൊന്നുകൊണ്ട് ഉരുക്കാൻ വെക്കട്ടെ. അത് ഉരുക്കണ്ട. ഇപ്പോൾ അത് നമ്മളെ പയറൊക്കെ എന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ബാക്കി പണി ചെയ്യാണ്. തുള്ളി നെയ്യ് അതിലാണ്ട് ഉറ്റിച്ച എന്നിട്ട് ഈ ശർക്കര പാലെടുക്കാണ്ട് പാരാണ്. ശർക്കരൻ്റെ വെള്ളം നാക്കിയാൽ ഞാൻ ഈ 2ാം പാല് ഇതിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ പിഴിഞ്ഞെടുത്ത് ഇനി നമുക്ക് ഇതൊന്നുകൊണ്ട് തിളച്ച് വരണം. തിളച്ചിട്ട് നമുക്ക് പരിപ്പ് അയക്കാണ്ട് ഇടാം. ഒന്നുണ്ട് തിളക്കട്ടെ കേട്ടോ.
അത് ഇതിലൂടെ പിന്നെ ഉണ്ടാക്കിയാൽ മതിയത് കഴിയണം. ആ പാട്ടേതാണ് കളിക്കുക അതിലെ അതെ തളിച്ചിട്ട് അപ്പോൾ അത് തളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ പരിപ്പൊക്കെ നല്ല പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 വിസിൽ മതി വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരു 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഞാൻ അടുപ്പിലും കുറച്ചും കൂടി കൂട്ടി വെക്കണം. എന്നിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ചാണ് കേട്ടോ, എന്നാലേ ഇത് പാകത്തിനായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് 3 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എടുക്കുമ്പോൾ അത് 3-ന് വെന്തിട്ടുണ്ടാവില്ല, കുറച്ച് കുറവേക്കാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ലേശം വെള്ളം ചൂടാക്കി ഒഴിച്ച് ഒന്നും കൂടി വിസിലടുപ്പിച്ചാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2 പണി എടുക്കേണ്ട ആവശ്യമില്ല, ഒരു 4 വിസിൽ വേണം ചെറുപയറിൻ്റെ പരിപ്പ് വാകാനേ. 4 വിസിൽ വന്നാൽ പാകത്തിന് വെന്തിട്ടു. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസാട്ടോ അത്. അത് തിളച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ലേശം പാല് 1-ാം പാലുണ്ടല്ലോ ഇതൊന്നാണ്ട് ഒഴിച്ചു കൊടുക്കണം. അത് തിളക്കണുണ്ടല്ലേ, ഇങ്ങനെ തിളച്ചാൽ അത് ഇനി നമ്മൾ ഇതാണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പരിപ്പൊക്കെ നല്ലോണം വെന്തതുകൊണ്ടേ നിങ്ങൾ പാകത്തിനുള്ള കൊഴുപ്പൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് കുറച്ചൊക്കെ മതിയെങ്കിൽ അല്ല, നിങ്ങൾക്ക് തോന വേണമെങ്കിൽ കുറച്ചുകൂടി പരിപ്പും ചൊവ്വരിയും കൂടിയും കുറച്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ. കുറച്ച് കൂട്ടിയെടുത്താൽ മതി. നമ്മളിപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, അതിനൊരു 1/2 കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പാത്രത്തിന് 1/2 കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനൊരു 1 കപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയും കൂട്ടി എടുത്താൽ മതി. അതിനൊരു കപ്പ് എടുത്താൽ മതി നിങ്ങൾക്ക് ആവശ്യത്തിന്. നമുക്കിപ്പോൾ ലേശേ വേണ്ടിയുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഉണ്ടാക്കണത്. അപ്പോൾ ഇതന്നെ ഉണ്ട് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതിക്ക് ഇതൊന്നുകൊണ്ട് വറവിട്ടെടുത്താൽ മതി. അതിന് വേണ്ടി ഇതാ അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, പിന്നെ ഒരു നുള്ള് ഉപ്പിടണം കേട്ടോ, ഒരു ലേശം ഉപ്പിടണം. പിന്നെ നമ്മൾ ഏലക്കായ് പൊടിച്ചിട്ടുള്ളത് ലേശം പഞ്ചസാര ഇട്ടിങ്ങാണ്ടാണ് പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശർക്കര പായസം ആയാലും ലേശം ഒരു 2-3 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് നല്ലോണം ഒന്നും ചൂടായാൽ മതി. തേങ്ങാപ്പാൽ പാർന്നാൽ തോനെ തിളക്കണ്ടെന്നല്ലേ പറയുക. അപ്പോൾ തോനെ തിളച്ചാൽ അത് ഒരു ഗുണം കിട്ടില്ല. അപ്പോൾ അത് നല്ലോണം ഒന്നും ചൂടായാൽ മതി. നല്ല പാകത്തിന് മധുരവും ഇപ്പോൾ ആ ഏലക്കായ് പൊടിച്ചെടുത്ത് പഞ്ചസാര ലേശം 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കണ്ടാണ്. അപ്പോൾ ആ മധുരം കൂടി ആകുമ്പം കറക്റ്റാകും. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് എടുത്ത് വെക്കുക. ഏലക്കായ് ഇവിടെ കലക്കി വെച്ചില്ല, പൊടിയിട്ട കട്ടാകും അങ്ങനെ അതിട്ട് തന്നെ കല്ല്. അതെ ഏലക്കായ് പൊടി ആണ് ഇപ്പോൾ ഞാൻ ഇട്ടത് കേട്ടോ. പഞ്ചസാര കുട്ടി പൊടിച്ചാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് നമുക്ക് കലക്കി ഒഴിച്ചാൽ ഒരാളിങ്ങനെ ഇട്ട് തരികയാണെങ്കിൽ നമുക്കിത് അത് കട്ടയില്ലാതെ കണ്ട് എടുക്കാം. ഇതാ ഇപ്പോൾ കട്ടയൊന്നും കുത്തിയിട്ടില്ല കേട്ടോ. ഏലക്കായ് നല്ല പാകത്തിനായി നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്താ വെച്ചാൽ ഇതൊന്ന് എടുത്ത് വെച്ചിട്ട്
ഇതപ്പോൾ എല്ലാം ചൂടായി. നമുക്കിതൊന്ന് വറവിട്ടെടുത്താൽ മതി. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ പയറിന് വന്നാൽ പായസമായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അതാ നമ്മളിവിടെ ഉണ്ടാക്കിയ നെയ്യാണ്. ഞാൻ ഈ പാല് കാച്ചുമ്പോൾ അതിൻ്റെ പാടങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ലാസ്റ്റ് ഉരുക്കി ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പാല് വാങ്ങുമ്പോൾ തിളപ്പിച്ച് ഒന്നാണ്ട് വെച്ചാൽ മതി, എളുപ്പം ചെയ്യാതെ. അപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ പാട വരും, അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. കുറേ കഴിയുമ്പോൾ ചട്ടിയിലിട്ടാണ്ട് ഉരുക്കുക. ഇതാ തേങ്ങാക്കൊത്ത്. അപ്പം നമുക്ക് തോനെ തേങ്ങാക്കൊത്ത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് മതി. ഇത് തേങ്ങാക്കൊത്ത് തന്നെ കടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ ആ നെയ്യിൻ്റെ ഈ കുപ്പി പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ വിചാരിച്ചു ഈ ആൾക്ക് കാണുമ്പോൾ ഇത് നമ്മൾ വാങ്ങണല്ലേ. ഞാനിത് ഒഴിഞ്ഞപ്പോൾ അതിക്ക് ഒഴിച്ച് വെച്ചെന്നുള്ളൂ കേട്ടോ, കുറച്ചുള്ളൂ ഇന്ന്. അപ്പോൾ ഇതിക്ക് ഒഴിച്ച് വെച്ചാണ്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്ത് ആയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാണ്ട് ഒഴിച്ചാൽ മതി. മുന്തിരി ഇല്ലാത്തതുകൊണ്ട് കറുപ്പ് വേണം. ഇപ്പം നമ്മളെ പായസം റെഡിട്ടാ. അതങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഞാൻ മുന്തിരി ഇട്ടിട്ടില്ല, മുന്തിരി കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. കണ്ടില്ലേ, നല്ലൊരു പായസമാണിത്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നല്ലൊരു ദിവസമൊക്കെ അല്ലേ നമുക്ക്. ഇനിയിപ്പോൾ മഗ്‌രിബായി തുടങ്ങി. അപ്പോൾ ഇതിന് പണി വേഗം കഴിക്കുക, നമ്മളൊക്കെ ഓതാതിരിക്കുക. ഇതൊക്കെ അല്ലേ ഇപ്പോൾ നമ്മളെ പണി. എന്നാൽ ശരി, എല്ലാവരോടും അസ്സലാമു അലൈക്കും.